ഈ വർഷം ചുമ്മാ ജയിച്ചാൽ പോരാ. ഇവിടെ 100% വിജയമുള്ളൊരു സ്കൂളാണ്. നിങ്ങൾ ജയിക്കും. ചുമ്മാ ജയിച്ചാൽ പോരാ. നിങ്ങൾക്ക് എല്ലാറ്റിലും ഫുൾ A+ ആയിരിക്കണം. നിങ്ങൾ ഉയരണം, നിങ്ങൾ വളരണം ദൈവനാമത്തിൽ. എന്നിട്ട് നിങ്ങൾ വലിയവരാകണം പൊന്നുമക്കളെ. ഈ പാവപ്പെട്ടവ നിങ്ങളുടെ അപ്പനും അമ്മയും വലിയ സമ്പന്നരൊന്നും ഇവിടെ ഇരിപ്പില്ല കേട്ടോ. ഒരു സാധാരണ ഒരു ഗ്രാമമാണ് ഇത്, എനിക്കറിയാം. ഇവിടെ വലിയ കഴിവുള്ളവരൊന്നുമില്ല. അത്യാവശ്യം കഴിയാനുള്ളവർ. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ദുഃഖം മാറ്റണം, അവരുടെ സങ്കടങ്ങൾ മാറ്റണം. അതിനുവേണ്ടി പൊന്നുമക്കളെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുക. ഈ വർഷാരംഭത്തിൽ തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമുള്ളവർ സ്റ്റോപ്പ് ചെയ്യണം. അത് അനാവശ്യമായ വാട്സപ്പ് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് ഈ പഠിപ്പ് ശരണമായിട്ട് നടക്കണം. എന്നിട്ട് നോക്ക്, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തിന് ചെയ്യാനുള്ളത് ദൈവം ചെയ്തോളും. ഒരു സംശയമില്ല, ഉറപ്പായിട്ട് ഞാൻ പറയാം. ഞാൻ ക്ലാസ് എടുത്ത സ്ഥലങ്ങളിലൊക്കെ അനുഭവം പറയണത്. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ മതി. ഇന്ന് തൊട്ട് മാറ്റി വെക്കണ്ട, അങ്ങോട്ട് നന്നായിട്ട് പഠിച്ചോ. ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം പഠിക്കുക, പാപപേക്ഷിക്കുക. കാരണം ഇങ്ങനെയാണ് ഒരു വചനം പറയുന്ന, അർത്ഥവാക്യം പറയുന്നത്, പാപത്തിനടിമയായ ശരീരത്തിൽ ജ്ഞാനം പ്രവേശിക്കില്ല, പാപം ചെയ്യുന്ന വ്യക്തിയിൽ ജ്ഞാനം വസിക്കില്ല. പ്രവേശിക്കൂല, വസിക്കൂല. എല്ലാവരും പോകുന്ന പോലെ അങ്ങോട്ട് പോയിക്കോളും. അതുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കണം. ഏത് മതമായിക്കോട്ടെ, വിശുദ്ധിയിൽ ജീവിക്കുക. ഇവിടെ മറ്റു മതസ്ഥരൊക്കെ ഉണ്ട്. ഞാനൊരു മതത്തിൻ്റെ ഒരു പ്രത്യേക റെപ്രസെൻറ്റേറ്റീവായിട്ടൊന്നും നിൽക്കല്ല അവിടെ. ഞാനൊരു കോമൺ ആയിട്ടുള്ള കാര്യം പറയാം. തിന്മ ഉപേക്ഷിക്കണം, ഒരു കൊച്ചു പാപം പോലും. എന്നിട്ട് മക്കളെ നിങ്ങൾ നന്നായി പഠിച്ചോ. ഞാൻ ദൈവനാമത്തിലൂടെ എന്ന് പറയാം, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ ഉയർത്തും. ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? പല മതസ്ഥരാണ് ഇവിടെ കേട്ടോ, അതൊന്നും കാര്യമാക്കണ്ട. 2 കരങ്ങൾ പറ്റുമെങ്കിലൊന്ന് കൂപ്പി പിടിക്കുകയോ നെഞ്ചോട് ചേർത്തോ നിന്നോളൂ, കണ്ണടച്ചോ. മാതാപിതാക്കളെ, നിങ്ങളൊരിക്കലും ദുഃഖിച്ച് ജീവിക്കരുത് കേട്ടോ. നിങ്ങളുടെ ഇടയിൽ ദുഃഖമുണ്ട് പൊന്നുമക്കളെ, സങ്കടമുണ്ട് നിങ്ങൾക്ക്. ആരും എന്നെ സ്നേഹിച്ചില്ലല്ലോ എന്നുള്ള ചിന്തയുണ്ട് ചിലർക്ക്. എൻ്റെ ഉള്ളിൽ ദൈവം പ്രേരണ തന്നിട്ട് ഞാൻ പറയാം, ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ച വ്യക്തി പോലും ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. കൈയൊന്നും പൊക്കിയേക്കരുത്. അവസാനിപ്പിച്ച് കളയാം ഈ ജീവിതം എന്ന് ചിന്തിച്ച വ്യക്തിയുടെ നിൽപ്പുണ്ട്. അരുത്, ജീവിക്കണം, സങ്കടപ്പെടരുത്. നിങ്ങളുടെ മക്കൾ നന്നാവും, നിങ്ങളുടെ ദുരിതങ്ങൾ മാറും. സാമ്പത്തിക ബുദ്ധിമുട്ടേറെയുള്ള ആരൊക്കെയുണ്ട് ഇവിടെ. സ്വന്തമായിട്ടൊരു ഭവനം പോലും ഇല്ലാത്തവരുണ്ട് ഈ കൂട്ടത്തിൽ. ദൈവം ഉയർത്തും, ദൈവം അനുഗ്രഹിക്കും. എന്തിനാണ് നിങ്ങൾ വിഷമിക്കണേ? എന്തിനാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നാവും കേട്ടോ. അവരൊരിക്കലും ശാപവാക്ക് പറയരുത്. നീ നേരെ ആവില്ലടി, പറയരുത്. അമ്മ നീ അനുഭവിക്കടി, നോക്കിക്കോ, പറയരുത്. പപ്പ നിൻ്റെ നാവിൽ നിന്നെപ്പോഴും പോസിറ്റീവ് മാത്രമേ. എൻ്റെ മോള് നന്നായി വരും, എൻ്റെ മോൻ നന്നായി വരും. എന്നിൽ നിന്ന് സ്നേഹത്തിൻ്റെ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ ഞാൻ അനുദപിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ മക്കളെ നീ അനുഗ്രഹിക്കണം. എൻ്റെ മക്കൾക്ക് ദൈവിക ജ്ഞാനം നിറയ്ക്കണം. എൻ്റെ മക്കളെ പഠിച്ചതെല്ലാം ഓർമ്മയിൽ വരണം. വിശുദ്ധി വേണം എൻ്റെ പൊന്നുമക്കൾക്ക്. പേടി മാറ്റണം. ഇടയ്ക്കിടയ്ക്ക് എക്സാം വരുമ്പോൾ രോഗം വരുന്ന കുഞ്ഞുങ്ങളുണ്ട് ഈ കൂട്ടത്തിൽ. പരീക്ഷാ ദിവസങ്ങളിൽ വയറുവേദന, പനി, മറ്റ് ചില അസ്വസ്ഥതകൾ, തലവേദനയൊക്കെ വരുന്ന കുട്ടികളുണ്ട്. ആ രോഗപീഠകളെല്ലാം മാറട്ടെ ദൈവമേ. കരുണ വർഷിക്കണമേ. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ അനുഗ്രഹിക്കണം. നന്നായി വരും അവർ. നിങ്ങളുടെ ഉള്ളിലെ സങ്കടമൊക്കെ ഒന്ന് കരഞ്ഞ് കളഞ്ഞ് നാണിക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട. വേദനയുണ്ടല്ലോ നിങ്ങളുടെ ഉള്ളിൽ, സങ്കടമുണ്ടല്ലോ. എനിക്കാരുമില്ല, ആങ്ങളമാരുപേക്ഷിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു, സമ്പത്ത് നശിച്ചു. സാരമില്ലെന്ന്, അതൊക്കെ ഇനിയും ഉണ്ടാകും. രോഗിയാണോ? പ്രശ്നങ്ങളുണ്ടോ? കണ്ണുനീരോടെ ദൈവസന്നിധിയിലെല്ലാം അർപ്പിക്കട്ടെ. ദൈവമേ കൃപ ചൊരിയണേ. എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് നല്ലപോലെ സ്നേഹിക്കാൻ പറ്റിയില്ല.
ചെറിയ കാര്യത്തിന് വലിയ ശിക്ഷണം കൊടുത്തു. മാപ്പ് തരണേ. പ്രാർത്ഥിച്ചോ നിങ്ങൾ. നിങ്ങളുടെ വേദനകളെല്ലാം മാറിപ്പോകട്ടെ. എല്ലാം സമർപ്പിക്കാം. മനസ്സ് ഫ്രീ ആവട്ടെ. മമ്മി മോള് മമ്മീനെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ച പപ്പേനെയൊക്കെ ഒന്ന് എന്നിട്ടൊന്ന് പറഞ്ഞ് വിഷമിക്കണ്ട കേട്ടോ മമ്മ, ഞാനുണ്ടെന്ന് പറഞ്ഞ്. യെസ്. നിങ്ങൾ മാതാപിതാക്കളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, കുട്ടികളും ശ്രദ്ധിക്കുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ദുഃഖം നശിപ്പിച്ച് കളയും നമ്മളെ. ടെൻഷൻ നശിപ്പിച്ച് കളയും. നിങ്ങൾ നോക്കിക്കുക, ചില പിള്ളേർക്ക് പരീക്ഷ വരുമ്പോൾ പനി, തലവേദന, ഇരിപ്പില്ലേ അവിടെ ഉണ്ട്. അത് ടെൻഷൻ കാരണം. പരീക്ഷ കഴിഞ്ഞാൽ പനിയും പോയി, തലവേദനയും പോയി, എല്ലാ രോഗങ്ങളും പോയി. അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ തളരരുത് പൊന്നുമക്കളെ. എന്ത് ദുരിതം വന്നോട്ടെ, എന്ത് പ്രശ്നം വന്നോട്ടെ, ജീവിതത്തിൽ ഒരൊറ്റ പോസിറ്റീവ് തിങ്കിങ്. എൻ്റെ മക്കൾ നന്നാവും, എൻ്റെ ദൈവം അനുഗ്രഹിക്കും, ഞാനും നാളെ ഉയരും, ഞാനും നാളെ വലിയവനാകും. ആ ഒരു ചിന്ത മതി നിങ്ങളെ ദൈവം ഉയർത്താനായിട്ട്. ഒന്നിനെക്കുറിച്ച് സങ്കടപ്പെടാൻ പാടില്ല കേട്ടോ. ഇല്ലെങ്കിലുണ്ടല്ലോ ഈ ദുഃഖം ഉള്ളിൽ ഒതുക്കി എന്തിനാ ഇങ്ങനെ ജീവിക്കുന്ന? അവസാനിപ്പിച്ചുകൂടെ? ഇതങ്ങോട്ട് നശിപ്പിച്ചുകൂടെ? അങ്ങനെയുള്ള ചിന്ത അത് പിശാച് തരുന്ന ചിന്തയാണ്. സാത്താൻ എല്ലാ മതസ്ഥരും വിശ്വസിക്കുന്നുണ്ട്, ഒരു സാത്താൻ ഉണ്ട്, ദൈവത്തിനെതിരായ ഒരു ശക്തിയുണ്ട്. ആ പിശാചിൻ്റെ പ്രവൃത്തിയാണ് അതൊക്കെ. സ്നേഹമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിഷമിക്കേണ്ട. ഭർത്താവ് സംശയിച്ചു, ഭർത്താവ് അടിച്ചു എന്നും പറഞ്ഞിട്ടൊരു പെണ്ണ് ചെറുപ്പമാണ്, അവളുടെ 3 വയസ്സുള്ളൊരു കുട്ടിയെയും 1.5 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് അവൾ കിണറ്റിലെടുത്ത് ചാടി ആത്മഹത്യ ചെയ്തു. ഞാൻ കാണാൻ പോയിരുന്ന ഡെഡ് ബോഡി. ഒരു വലിയ മഞ്ച, ഈ സ്ത്രീയുടെ 2 ചെറിയ മഞ്ചകൾ. ഇന്നും നാട് മുഴുവൻ വേദനിച്ച് കഴിയുന്ന ഒരു സംഭവം. പ്രിയമക്കളെ, നമ്മുടെയൊക്കെ ജീവന്റെ വില നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ്. അത് ആർക്കും കൊടുത്തു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ഈ അബോർഷനൊക്കെ ഇത്ര വലിയ തെറ്റാന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ കൊല്ലുന്നൊക്കെ. ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ്. ഒരു ജീവന്റെ വില വളരെ വലുതാണ്. അതുകൊണ്ട് എൻ്റെ സ്നേഹമുള്ള കൈപൊക്കിയ എൻ്റെ പെങ്ങന്മാരെ, സഹോദരങ്ങളെ, ഞാൻ കാല് പിടിച്ച് പറയാം, ഒരിക്കലും ജീവിതത്തിൽ നിരാശപ്പെടരുത്. നേരെയാവും, നന്നാവും. ഈ ദുഃഖം മാറും. നിൻ്റെ ജീവിത പങ്കാളി മാനസാന്തരപ്പെടും. നിൻ്റെ കുടുംബം നന്നാവും. നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും. നിങ്ങളുടെ മക്കൾ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഒരു തീരുമാനമെടുക്കും, ഇന്ന് തൊട്ട് ഞാൻ നന്നായി പഠിക്കുമെന്ന്. എടുക്കില്ലേ? മിണ്ടുന്നില്ല. തീരുമാനം എടുക്കുന്നുള്ള കുട്ടികളൊന്ന് കൈപ്പൊക്കുക. എൻ്റെ കർത്താവെ, കുഞ്ഞുവരെല്ലാം പൊക്കുന്ന വലിയ കൈ പൊക്കാതെ. കൈയൊന്ന് വീശി കാണിച്ച. നീ എന്താടി പൊക്കാത്ത? യെസ്, കൈയൊന്ന് വീശി കാണിച്ച. എന്നാടി നീ പഠിക്കില്ലേടി? ഇത് നിനക്ക് ബാധകല്ല. യെസ്, ദൈവം അനുഗ്രഹിക്കട്ടെ. അത്രമാത്രം മതി. നിങ്ങൾ നല്ലവരാകട്ടോ. പഠിച്ചുയരണം. ഇനി എനിക്ക് തോന്നുന്നു ഇവിടെ ചില കുടുംബങ്ങളിൽ ആൺമക്കളില്ല, പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. എൻ്റെ ഉള്ളിൽ ദൈവം തോന്നിച്ചതാണ്. പെൺകുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പെൺകുട്ടികളിലൂടെ കേട്ടോ, വേണമെങ്കിൽ അവരുടെ മാതാപിതാക്കൾ, ഈ പെൺമക്കളിലൂടെ തന്നെ ആൺമക്കളിൽ നിന്ന് ലഭിക്കുന്നതിൻ്റെ 100 ഇരട്ടിയായിട്ട് പ്രൊട്ടക്ഷനും കൃപയും അനുഗ്രഹവും ഈ പെൺമക്കളിലൂടെ കിട്ടും. ഉറപ്പ്. പെൺമക്കൾ മാത്രമുള്ള കുടുംബങ്ങളൊന്ന് കൈവയ്ക്കുക, കൈവീശിക്കുക. എൻ്റെ ദൈവമേ, കുറേയുണ്ടല്ലോ, തിരിഞ്ഞു നോക്കിയ. യെസ്, ഉറപ്പായിട്ടാണ് പറയുന്നത് കേട്ടോ. വേണമെങ്കിൽ കേട്ടോ. എൻ്റെ പപ്പ ഒരിക്കൽ ഞാൻ ഓർക്കാണ്, ഇതുപോലെ ഞാനൊരിക്കൽ പന്ത് കളിക്കാൻ പോയി ചെറുപ്പത്തിൽ. പന്ത് വന്നപ്പോൾ, അന്നും പിള്ളേരുടെ ഇടയിൽ ഞാൻ നല്ല ഹൈറ്റാണ്. പന്ത് വന്നപ്പോൾ നീണ്ടെന്ന് പറഞ്ഞ ഒരു അടി അടിച്ചു. പന്തിലെല്ലാം കൊണ്ട് മുന്നിൽ നിൽക്കണ ചെക്കൻ്റെ കാലയിലാണ്. അവങ്ങേന്നും പറഞ്ഞിട്ട് കരഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് ഒരു ഓട്ടോ ഓടി. ഞാനും വേഗം എൻ്റെ വീട്ടിലേക്ക് ഓടി. എനിക്കറിയാമായിരുന്നു അവനിപ്പോൾ ചെന്ന് പരാതി പറയും അവൻ്റെ മമ്മിയോട്. അവൻ്റെ മമ്മി ചോദിക്കാൻ എൻ്റെ വീട്ടിൽ വരും. എൻ്റെ അപ്പനോട് പരാതി പറയും. എൻ്റെ അപ്പനാണെങ്കിലോ കുടിക്കാത്ത സമയം ഉറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ.
ഉമ്മർത്തിരിക്കുക പത്രം വായിച്ച് ഞാൻ വീട്ടിൽ കയറിയപ്പോൾ ഞാൻ സൂക്ഷിച്ച് നോക്കി, കുടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അടിക്കും, കുടിച്ചിട്ടില്ലെങ്കിൽ അടിക്കൊരു കുറവുമില്ല. ഇതാണ് എൻ്റെ പപ്പ. മനസ്സിലായില്ല അല്ലേ? ഒരു പിടിയും കിട്ടണില്ല. ഞാൻ വേഗം എൻ്റെ വീട്ടിലെ അടുക്കളയിൽ ചെന്ന് ഒരു മരത്തിൻ്റെ ഒരു പെട്ടിയുണ്ട്. മരത്തിൻ്റെ പെട്ടി കണ്ടിട്ടില്ലേ? മരപ്പെട്ടി. മരപ്പട്ടിയല്ല, മരപ്പെട്ടി. ഒരു മരത്തിൻ്റെ ഒരു പെട്ടിയുണ്ട് വീട്ടിൽ. ആ പെട്ടിയുടെ സൈഡിൽ ഞാൻ ചെന്ന് ഒളിച്ചിരുന്നു. വിചാരിച്ച പോലെ തന്നെ പൊറിഞ്ചേട്ടോ നിങ്ങളുടെ എൻ്റെ മോനെ കാലിലടിച്ചിട്ട് വലിയ മുഴയായെന്നും പറഞ്ഞ് പരാതി. ആ ചെറുക്കൻ്റെ അമ്മ അവനെയും കൊണ്ടുവന്നിരിക്കുക. അപ്പൻ കേട്ട പാതി കേൾക്കാത്ത പാതി ഈ ചൂലും കെട്ടെടുത്തൊരു വരവ് വന്നു പറന്നിട്ട് ഡാ സണ്ണിയെന്നൊരു വിളിച്ചു. ഞാനന്ന് ചെറുതാ 7 8 കഴുത്ത് ഷർട്ടിൽ കുത്തി എഴുന്നേൽപ്പിച്ചു. ഡാ നീ ആ ചെക്കനെ അടിച്ചതാ? ഇല്ല അപ്പ പന്തടിച്ചതാ. കുനിഞ്ഞ് നിൽക്കണമെന്ന് പറഞ്ഞു. എന്തിനാ കുനിഞ്ഞ് നിൽക്കണമെന്നറിയോ? ചൂല് കെട്ടുകൊണ്ട് പുറത്തടിക്കുക. ഞാനിങ്ങനെ കുനിഞ്ഞ് നിൽക്കുക. അപ്പോൾ ആ കള്ളുകൂടിയാനായ അപ്പൻ എന്താ ചെയ്തതെന്നറിയോ? അവിടെ മരത്തിൻ്റെ പെട്ടിയിലെ ആ പെട്ടിയും, അപ്പം ഈ ചേച്ചി കാണുന്നില്ല, ചേച്ചി പുറത്താണ്. ആ മരത്തിൻ്റെ പെട്ടിയുമേ ചൂല് കെട്ടുകൊണ്ട് പട്ടാന്നൊരടി അടിച്ചു. എന്നിട്ട് എന്നോട് സ്വരം താഴ്ത്തിയിട്ട് പറഞ്ഞു, ഉറക്ക കരയുടെ കള്ളാന്ന്. ഞാനാണെങ്കിൽ അത്ഭുതത്തോടെ നോക്കുക. വീണ്ടും ഒരടി പട്ടാന്നും പറഞ്ഞിട്ട് ഉറക്ക കരയടാ. ഞാനാണെങ്കിൽ അതിനേക്കാൾ വില്ലന. അപ്പോ അടിക്കല്ലപ്പാ, ഇനി ചെയ്യില്ല പപ്പ, ഇനി ചെയ്യില്ല, അടിക്കല്ല. വീണ്ടും ഒരടി. ഇനി ചെയ്യടാ. ഇല്ല പപ്പ, ഇല്ല പപ്പ. എൻ്റെ പ്രിയ മക്കളെ, ഞാൻ ശരിക്ക് കരഞ്ഞു പോവും. ആ സ്നേഹം കണ്ടിട്ട്. കള്ളുകുടിയനാ, ചോറിൽ മണ്ണെണ്ണ ഒഴിക്കുന്നവനാ, പക്ഷെ അതിൻ്റെ ഉള്ളിലൊരു സ്നേഹമുണ്ട്. ഇനി ചെയ്യില്ല പപ്പ. ഞാൻ ശരിക്ക് കരയും. അപ്പോൾ പുറത്ത് നിൽക്കണ ആ ചേച്ചി പറയും, മതി ചേട്ടാ അടിച്ചത്, പിള്ളേരാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അവർക്ക് സമാധാനമായി. അവരവരുടെ മോനെയും വിളിച്ച് പോവും. അപ്പൻ ചൂലും കെട്ട് താഴെയിടും. ഞാൻ അപ്പനെ കെട്ടിപ്പിടിക്കും. അന്ന് അപ്പൻ്റെ വയറ് വരെ ഞാൻ ഹൈറ്റ്. ആ വയറിൽ മുഖം വെച്ച് ഞാൻ കരയുമ്പോൾ എൻ്റെ പപ്പ അത്ഭുതത്തോടെ ചോദിക്കും, ഞാൻ പെട്ടിമേലടിച്ച പിന്നെ എന്തിനു നീ കരയണ? പപ്പയ്ക്ക് എന്നെ ഇഷ്ടമല്ലേ? എൻ്റെ പ്രിയ മക്കളെ, ഞാൻ നിന്ന് കരയുമ്പോൾ ആ കള്ള് കുടിക്കുന്ന മനുഷ്യൻ എൻ്റെ അപ്പൻ. മോനെ, അപ്പന് നിന്നെ നല്ല ഇഷ്ടമാണ്. അപ്പനെല്ലാവരും ഇഷ്ടമാണ്. സോറി പപ്പ, ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും എനിക്ക് ലെവലേശം വിഷമമില്ല മക്കളെ. മാതാപിതാക്കളുടെ ഹൃദയം തൂക്കി നോക്കണം കേട്ടോ മക്കള്. മാതാപിതാക്കളുടെ ഹൃദയം തൂക്കി നോക്കണം. അതുപോലെ ഇവിടെ ഇരിക്കുന്ന പെങ്കൊച്ച്, നീ ഒരു കാരണവശാലും ജീവിതത്തിൽ ഞാൻ മരിക്കുള്ളൂ എന്ന് പറയരുത് ഒരു തവണ പോലും. പറയുന്ന കുട്ടികളോട് ഇരിപ്പുണ്ട് കേട്ടോ. പറയാൻ പാടില്ല. അത് ഈ ലോകത്തെ ഏറ്റവും വലിയ നെഗറ്റീവ് വേടാത്. എത്ര മാർക്ക് കുറഞ്ഞോട്ടെ, ആരൊക്കെ കൈവിട്ടോട്ടെ, ഒറ്റപ്പെട്ടോട്ടെ നമ്മുടെ കുടുംബം. ഇവിടെ ചില കുടുംബങ്ങൾ ഇരിപ്പുണ്ട്, മമ്മിയുടെ ആളുകളെ ഒറ്റപ്പെടുത്തി, പപ്പയുടെ ആളുകൾ ഒറ്റപ്പെടുത്തി, പോയിക്കോട്ടെന്ന്. നന്നാവും. മനസ്സിനെ ശക്തിപ്പെടുത്തണം. നിങ്ങൾ ചാലഞ്ച് ചെയ്ത് ജീവിക്കണം പൊന്നുമക്കളെ, കുട്ടികളെ. എന്താ നിങ്ങൾക്ക് കഴിവില്ലാന്ന് ആരാ പറഞ്ഞ്? നല്ലൊരു സ്കൂളായത്, നല്ല സ്കൂളാണ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കില്ല എന്ന് ആരാ പറഞ്ഞ്? ആരാ പറഞ്ഞ നിങ്ങൾ ഉയരില്ല എന്ന്? ആരാ പറഞ്ഞ മറ്റുള്ളവരെ പോലെ നിങ്ങൾ ഉന്നതിയിലേക്ക് എത്തില്ലെന്ന്? എത്തും. ഇവിടെ ചില കുഞ്ഞുങ്ങൾ തങ്ങളെ തന്നെ താത്തിക്കെട്ടുക. ഞാൻ അങ്ങനെ വലിയ പഠിക്കണ കുട്ടിയൊന്നല്ല. അങ്ങനെ പഠിക്കണ കുട്ടിയെന്നും പറഞ്ഞിട്ട് ദൈവം ആരെയും സൃഷ്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നീ ഇടയ്ക്ക് പറയാറുണ്ട് അങ്ങനെ അല്ലേ? പറയാറില്ലേ? ഉണ്ട്. നമുക്ക് പറ്റും. ധൈര്യമായിട്ടിരിക്കണം. അതുപോലെ അച്ഛനും അമ്മയും എന്നോടൊന്നും തോന്നരുത്. ഞാൻ പറഞ്ഞോട്ടെ, മക്കളുടെ മുന്നിൽ വെച്ച് അച്ഛനും അമ്മയും വഴക്കിടരുത് കേട്ടോ, പ്ലീസ്.
അത് പിള്ളേർക്ക് സങ്കടം. ഞാൻ അങ്ങനെ കുറെ സങ്കടപ്പെട്ടിട്ടൊക്കെ ഉണ്ട് പണ്ട്. മക്കളുടെ മുന്നിൽ വെച്ച് അച്ഛനും അമ്മയും വഴക്കിടരുത്. അച്ഛനും അമ്മേനെയും ദൈവം യോജിപ്പിച്ച് മനുഷ്യനത് വേർപെടുത്താൻ പാടില്ല. പപ്പയും മമ്മിയും നല്ല വിശുദ്ധിയോടെ ജീവിക്കണം. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. നമ്മളെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന ഒന്നാണ് കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ഈ നെഗറ്റീവ് വാക്കുകൾ. ഇതൊന്നും ശരിയാവില്ല, ഞാനൊന്നും അത്ര പഠിപ്പിഷ്ടല്ല, ഞാനൊന്നും പഠിച്ചുയരില്ല, എനിക്കതിനുള്ള കഴിവൊന്നുമില്ല. നോ, നിനക്ക് കഴിവുണ്ട്, ഒരു സംശയമില്ല. മാതാപിതാക്കളെ, നിങ്ങളെ മക്കളെ, ഞാൻ നിങ്ങളെ ഓർത്ത് നന്ദി പറയാണ്. ഞാൻ ആദ്യം തന്നെ ഒരു പ്രവചനം പറയാം നിങ്ങളോട്. നിങ്ങളുടെ മക്കൾ നന്നാവും കേട്ടോ. നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ഞാനും ഒരപ്പനാണ്, 2 മക്കളുണ്ട്. എൻ്റെ 2 മക്കൾ ബിടെക് കഴിഞ്ഞു. എനിക്കുണ്ട് സ്വപ്നങ്ങളൊക്കെ. എൻ്റെ മക്കളിലൂടെയൊക്കെ ദൈവം നടത്തി തരാം. മാതാപിതാക്കളെ, നിങ്ങൾ ചോര നീരാക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ദൈവം ഉയർത്തും നിങ്ങളുടെ മക്കളെ. സത്യം, നന്നാവും അവർ കേട്ടോ. ഇപ്പം ഇത്തിരി ഉഴപ്പിത്തരമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടെന്നോ? ഉണ്ട്. ഇപ്പം ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സാരമില്ല, അവിടെ നന്നാവും. നിങ്ങളും നിങ്ങളുടെ മക്കളെക്കുറിച്ച് പോസിറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. നീ തോൽക്കല്ലോടി, നീയൊന്നും ഉയരില്ല, നീ അവളെ കണ്ടുപിടിക്ക്, ഈ കുട്ടീനെ കണ്ടുപിടിക്ക്, അതിൻ്റെ പിന്നാലെ പോകാനുള്ള കഴിവുണ്ടോ നിനക്ക്? പറയരുത്. എൻ്റെ മോള് നന്നാവും, എൻ്റെ മോള് നല്ലതാണ്, എൻ്റെ മക്കൾ ഉയരും, എൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ ജീവിതത്തിൽ പുറപ്പെടാൻ പാടില്ല കേട്ടോ. ഇന്ന് തൊട്ട് കേട്ടോ. ഒരിക്കലും മറ്റു പിള്ളേരെ കമ്പയർ ചെയ്ത്, ഞാൻ നിങ്ങൾ അറിവില്ലാത്തവരൊന്നല്ല കേട്ടോ. എന്നേക്കാൾ അറിവുള്ളവരും സംസ്കാര സമ്പന്നരും വിദ്യാസമ്പന്നരൊക്കെ ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ എൻ്റെ ഉള്ളിൽ തോന്നുന്നത് ഞാൻ പറയാം നിങ്ങളോട്, നിങ്ങൾ എപ്പോഴും അവരെ ശക്തിപ്പെടുത്തിക്കോളൂ. പാവങ്ങളവർ, നന്നായിട്ട് സ്നേഹം കൊടുത്തോളൂ കേട്ടോ. നിങ്ങളുടെ മക്കൾ വഴി തെറ്റില്ല. ഇന്ന് അനേകം കുഞ്ഞുങ്ങൾ, ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്, ഇന്ന് അനേകം കുഞ്ഞുങ്ങൾ വഴിതെറ്റി നടക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളെ, ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് നിങ്ങളോട് പറയാം, നിങ്ങൾ മൂലം നിങ്ങളുടെ അച്ഛനും അമ്മയും കരയാൻ പാടില്ല കേട്ടോ. പ്ലീസ്. ഈ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം, ഇപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാണ്, റോമിലിരിക്കുന്ന മാർപ്പാപ്പയെ ഞങ്ങളെല്ലാവരും ആദരിക്കുന്നു, ശരിയല്ലേ? പക്ഷേ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളിൽ പിള്ളേരോട് പറയാറുണ്ട്, നിൻ്റെ കാണപ്പെട്ട ദൈവം നിൻ്റെ അച്ഛനമ്മയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ അപ്പൻ്റെ അനുഗ്രഹമാണ്, എൻ്റെ അമ്മയുടെ അനുഗ്രഹം. അതിൽ കവിഞ്ഞേ ഉള്ളൂ എല്ലാം. ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്. ഇപ്പം ഞാൻ വന്നത് മധ്യപ്രദേശിൽ നിന്നാണ്, ഹിന്ദിയിൽ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. അതിന് മുൻപ് ഞാൻ ഡൽഹിയിലായിരുന്നു. എവിടെ പോകുമ്പോഴും പൊന്നുമക്കളെ, എൻ്റെ പപ്പ മരിച്ചു പോയി വർഷങ്ങൾക്ക് മുമ്പ്. 40 വർഷം എൻ്റെ അപ്പ മരിച്ചിട്ട്. നല്ലൊരു കള്ളുകുടിയനായിരുന്നു എൻ്റെ പപ്പ. എൻ്റെ അമ്മ കഷ്ടപ്പെട്ട ഞങ്ങളൊക്കെ വളർന്ന് ചോര നീരാക്കിയിട്ട്. ഞാൻ എവിടെ പോകുമ്പോഴും, ഈ അന്യനാട്ടിലൊക്കെ പോകുമ്പോൾ എൻ്റെ അമ്മയുടെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തിയിട്ട് പറയും, അമ്മ എന്നെ ഒന്ന് അനുഗ്രഹിക്കുക, അമ്മ എന്നെ ഒന്ന് അനുഗ്രഹിക്കുക. എൻ്റെ അമ്മ എൻ്റെ തലയിൽ കൈവച്ചിട്ട് എൻ്റെ മോൻ നന്നായി വരട്ടെ എന്നും പറഞ്ഞ് കരയുമിരുന്നു. ആ കണ്ണീർ തുള്ളികൾ എൻ്റെ ശിരസിൽ വീഴുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവത്തിൻ്റെ അനുഗ്രഹം. മക്കളെ, ഏറ്റവും വലിയ അനുഗ്രഹം. ഞാൻ പൊട്ടിക്കറിയാറുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോടൊരു സങ്കടം പറഞ്ഞോട്ടെ, എനിക്ക് പറയുമ്പോൾ കരച്ചിൽ വരുമെന്ന് പേടി. 8 വർഷം മുമ്പ് എൻ്റെ അമ്മ മരിച്ചു. എന്നേക്കാൾ വണ്ണം പൊക്കമൊക്കെയുള്ള മകനുണ്ട് എനിക്ക്, മോളുണ്ട്, ഭാര്യയുണ്ട്, സഹോദരങ്ങളുണ്ട്. പക്ഷെ അമ്മയ്ക്കൊപ്പം നിൽക്കില്ല. നിൽക്കുമോ? ഇപ്പം ഞാൻ എന്താ ചെയ്യാന്നറിയോ? നിങ്ങൾ വിചാരിക്കും ഞാനൊരു പൊട്ടനാണ്, കരുതിക്കോളൂ. ഞാനിപ്പോൾ സെമിട്രിയിൽ പോകും.
എൻ്റെ അമ്മേനെ അടക്കം ചെയ്ത സെമിത്തേരിയിൽ ആ കുഴിമാടത്തിൻ്റെ മുമ്പിൽ ഞാൻ ഒറ്റയ്ക്ക് ചെന്ന് നിൽക്കും. അമ്മ, ഞാൻ പോവാ, അമ്മ ജീവിച്ചിരിപ്പില്ല ഇപ്പോൾ, പക്ഷേ എന്നെ അനുഗ്രഹിച്ചോളാം അമ്മ, എന്നെ അനുഗ്രഹിച്ചോളാം അമ്മയെ. കരഞ്ഞിട്ട് ഞാൻ സെമിത്തേരിയിൽ നിന്ന് ഇറങ്ങി. നിങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചു പോകട്ടെ കുട്ടികളെ, അപ്പം മനസ്സിലാകും ആ ഒറ്റപ്പെട്ട വേദന. ഇപ്പം എൻ്റെ മോള് പറയണില്ല മമ്മിക്ക് എന്നെ ഇഷ്ടമില്ല എന്ന്. നിൻ്റെ അമ്മയുടെ ചങ്ക് തുളയ്ക്കുന്ന ഒരു വാചകം അത്. ഇപ്പം നീ പറയുന്നില്ലേ പപ്പയ്ക്ക് എന്നെ ഇഷ്ടമില്ല, മമ്മിക്ക് എന്നെ ഇഷ്ടമില്ല, എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം ഉണ്ണീനെയാ, എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം ചേട്ടനെയാ ചേച്ചീനെയാ എന്നൊക്കെ പറയുന്നില്ലേ? ഉണ്ട്, പറയുന്നുണ്ട്, എനിക്കറിയാം. മരിച്ചു പോട്ടെ. ഞാൻ വലിയ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാമെന്ന് വന്നതല്ല. ജീവിതത്തിലെ നഗ്ന സത്യങ്ങൾ എൻ്റെ മക്കളോട് ഞാൻ ഒന്ന് പങ്കുവയ്ക്കുക. നല്ല കുട്ടികളാണ് നിങ്ങൾ കേട്ടോ, പൊന്നു മക്കളാണ്. മരിച്ചു പോട്ടെ അവരൊന്ന്. അപ്പം കാണാം ആ ഒറ്റപ്പെട്ട വേദന. നിൻ്റെ മമ്മിയോടൊന്ന് ചോദിച്ചു നോക്കിയ മോളെ കുട്ടാ, നിൻ്റെ മമ്മി വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ച് സ്വന്തം വീട്ടിൽ വരുമ്പോൾ സങ്കടം പറയാൻ അമ്മയുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു കൗൺസിലർ ഉണ്ടോ നമുക്ക്? എന്താ മിണ്ടാത്ത? ഇനി നീ ഒരു കാര്യം അവിടുത്തെ മറച്ചു വെച്ചോ, ഒന്നും പറഞ്ഞില്ല. അമ്മ നിന്റെ മുഖം നോക്കിയിട്ട് പറയും, എന്താ പറ്റിയടി? എനിക്കറിയാം എൻ്റെ മോൾക്ക് സങ്കടം ഉണ്ടെന്ന്. പറഞ്ഞ ഒന്നുമില്ല മമ്മിയെ, പറയേ. നീ പറയുമ്പോൾ തന്നെ കരച്ചിൽ വരും. ആ കരച്ചിൽ നിന്റെ ദുഃഖം ഒഴുക്കി കളയും. അമ്മ മരിച്ചു പോയൊരിപ്പുണ്ടല്ലോ ഇവിടെ. ഇപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കുക, വലിയ ഒറ്റപ്പെട്ട ഫീലിംഗ്. അതുകൊണ്ട് സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ ഞാൻ നിങ്ങളോട് പറയാമെന്ന്, ഒരു പാപത്തിലും പെട്ട്, ആവശ്യമില്ലാത്തൊരു സ്നേഹത്തിലും പെട്ട്, കണ്ണി കണ്ട ലവ് അഫയറിലൊക്കെ പെട്ടിട്ട് ഇവിടെ ഉണ്ട്. നിന്റെ അച്ഛൻ കരയരുത് കേട്ടോ. നിന്റെ അച്ഛൻ നിന്റെ അമ്മയെ പോലെ കണ്ണീരൊഴുക്കി പൊട്ടിക്കറിയൊന്നുമില്ല. പക്ഷെ അതിൻ്റെ നെഞ്ച് നീറും മക്കളെ, അത് മൗനമാകും. ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കും. അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് തന്നെ എടുക്കുക, വേറെ ആരോട് എടുക്കാനാ? അത് പൊട്ടിത്തെറിക്കും. ചിലപ്പോൾ മൗനമായിട്ട് ദുഃഖിച്ച് നടക്കും. ആ മനസ്സ് വേദനിപ്പിക്കരുത് പ്ലീസ്. യൂട്യൂബിൽ എൻ്റെ ഒരു ചാനലുണ്ട്. ആ ചാനലിലിടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. അതിലെൻ്റെ ഫോൺ നമ്പർ ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നെ ഒത്തിരി പേര് വിളിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ വിളിച്ചിട്ട്, സ്ഥലം ഞാൻ പറയുന്നില്ല, നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, 19 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടി, ഒരൊറ്റ മോള്, അച്ഛൻ മരിച്ചു. അച്ഛൻ മരിക്കുമ്പോൾ ഈ മകൾക്ക് 3 വയസ്സ്. അമ്മയുടെ ആങ്ങളമാർ പറഞ്ഞു, എടി നീ കല്യാണം കഴിക്കും, നീ ചെറുപ്പല്ലേ, നിന്റെ മോള് 3 വയസ്സ്, നീ എത്ര കാലം ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കും? ഇല്ല, ഞാൻ കല്യാണം കഴിച്ച എൻ്റെ മോളൊറ്റയാവും, എൻ്റെ മോളൊറ്റപ്പെടും. അമ്മ കഴിച്ചില്ല. പാവപ്പെട്ടവരാ മകൾക്ക് വേണ്ടി അമ്മ ജീവിച്ചു. എന്നോട് പറഞ്ഞതാ കഥ. എന്നിട്ട് എന്ത് സംഭവിച്ചു ഇപ്പം അമ്മ? അതിന് പറയാൻ പറ്റണില്ല പ്രിയമക്കളെ. അവസാനം അത് പറഞ്ഞൊപ്പിച്ചു. എൻ്റെ മകള് 19 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ. അടുത്തുള്ള ഒരു മനുഷ്യൻ, 3 കുട്ടികളുടെ അച്ഛൻ. ഞാൻ നുണ പറയില്ല കേട്ടോ, ഇവിടെ നിൽക്കുമ്പോൾ സത്യം. 3 കുട്ടികളുടെ അച്ഛൻ്റെ കൂടെ 19 വയസ്സുള്ള പെൺകുട്ടി ഇറങ്ങിപ്പോയി രജിസ്റ്റർ മാരേജ് കഴിച്ചു. ദൈവനാമത്തിൽ ഞാൻ പറയണ, നുണ പറയില്ല കേട്ടോ. അവളെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു, മമ്മിയെ, ഞാൻ ആ ചേട്ടനെ ഇഷ്ടമായിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചു. എടി, ആ ചേട്ടനൊരു പാവപ്പെട്ട ഭാര്യ ഉള്ളതല്ലേ, 3 ചെറിയ കുട്ടികളുള്ളതല്ലേ. അതൊന്നും സാരമില്ല, ആ ചേട്ടൻ ആ ചേച്ചീനെ വലിയ ഇഷ്ടമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ആ ചേട്ടൻ്റെ കൂടെ പോന്നു. ഞാൻ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. അമ്മ അനുഗ്രഹിക്കണം. ആളുകളൊക്കെ പാട്ടായി അവിടെ ഇവിടെയൊക്കെ. അവസാനം ഈ സ്ത്രീ, ഇയാളുടെ ഭാര്യയും 3 മക്കളും പട്ടിണിയാണ്. ആ പെണ്ണിനെ പണിക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല പാത്തിന്. ഈ അമ്മ എന്ത് ചെയ്യുന്നറിയാമോ? എൻ്റെ മോളല്ലേ ആ കുടുംബം തകർത്തെന്നും പറഞ്ഞ് കുറച്ച് അരിയും കുറച്ച് പരിപ്പും കടലയും പഞ്ചസാരയും പലചരക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങി ആ വീട്ടിലേക്ക് പോയി. പാവപ്പെട്ടവരായി വരും. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്താ പറഞ്ഞതെന്നറിയോ? ഈ അരിയും സാധനങ്ങളൊക്കെ കൊലച്ചോറായിട്ട് എനിക്ക് തോന്നുന്നത്, എനിക്ക് വേണ്ട.
ഞങ്ങളുടെ പപ്പയെ തട്ടിയെടുത്ത ആ പെൺകൊച്ചിൻ്റെ വീട്ടിലെ ഒരു സാധനം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പട്ടിണി കിടന്നോളാം, പട്ടിണി കിടന്നോളാം ഞങ്ങൾ. പക്ഷേ നിങ്ങളുടെ കുടുംബം ഒരിക്കലും ഗതി പിടിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടെന്ന് പറഞ്ഞ് വാവിട്ട് കരഞ്ഞു പോലും. ആ അമ്മയുടെ ഒരു സംശയം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സഹോദര, ആ സ്ത്രീയുടെ ശാപം എനിക്ക് ഏൽക്കോ, എൻ്റെ മകൾക്ക് ഏൽക്കോ? ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് ഏൽക്കില്ല? അമ്മയ്ക്ക് ഏൽക്കോ എനിക്കറിയില്ല, പക്ഷെ ആ മകൾക്ക് ഏൽക്കാതിരിക്കോ? ഒരു കുടുംബം കുട്ടിച്ചോറാക്കിയില്ലേ? ഇപ്പോഴത്തെ അവസ്ഥ, അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ട്. അവള് ഒരു കടയിലോ മറ്റോ ജോലിക്ക് പോയിട്ട്, ഇയാൾ ജോലിക്കൊന്നും പോയില്ല, ഇയാൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുക. അവള് ജോലി ചെയ്ത് ആ കുടുംബം അയാളെ പോറ്റിക്കൊണ്ടിരിക്കുക. ആ ഭാര്യയും 3 മക്കളും പട്ടിണിയാണ് പറയും മക്കളെ. ആരൊക്കെയോ സഹായിക്കുന്നു. ഇന്ന് അനേകം തിന്മകൾ നടന്നുകൊണ്ടിരിക്കുക, ഒത്തിരി തിന്മകൾ. ഈയിടെ സോഷ്യൽ മീഡിയയിൽ കണ്ടു, 2 പെൺകുട്ടികൾ ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ എടുത്തിട്ട് അവരൊരുമിച്ച് വിവാഹിതരെ പോലെ ജീവിക്കുന്നത്. അറിയോ നിങ്ങൾക്ക്? അറിയാമെങ്കിൽ ഒന്ന് കൈനോക്കിക്കുക. അറിയാമോ? സോഷ്യൽ മീഡിയയിലുണ്ട്. എന്നിട്ട് TV ചാനലുകാർ പൊക്കിക്കൊണ്ട് നടക്കുക, സോഷ്യൽ മീഡിയയിലെ ചാനലുകാർ പൊക്കിക്കൊണ്ട് നടക്കുക. ഞാൻ അപ്പോഴൊക്കെ ഇത് കാണുമ്പോൾ ഓർക്കാറുണ്ട്, ദൈവമേ, ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ എന്തോരം കണ്ണീരൊഴുക്കുന്നുണ്ട്. അച്ഛനും അമ്മയും വേദനിക്കാൻ ഇടവരരുത്. നിങ്ങൾ നല്ല കുട്ടികളാട്ടോ, നിങ്ങളങ്ങനെ ആണെന്നല്ല ഞാൻ പറയുന്നത്, ഞാനൊരു അഡ്വാൻസ് പറയുക. കാരണം ഞാൻ ഒത്തിരി കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതാണ്, എനിക്കറിയാം കുറേ കാര്യങ്ങളൊക്കെ, ഒത്തിരി സംഭവങ്ങളൊക്കെ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു അമ്മ, അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല, എവിടെയോ വെച്ച് പരിചയപ്പെട്ടതുപോലെ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് 4 പെൺകുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്, എൻ്റെ വീട്ടിൽ അരിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, അന്ന് മണി ഓർഡർ, അന്ന് ഇതുപോലെ ഗൂഗിൾ പേ ഒന്നുമില്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യേ, നിങ്ങളുടെ അഡ്രസ്സ് അയച്ച് കാട്ട്, ഞാൻ നിങ്ങൾക്ക്, എൻ്റെ കയ്യിൽ അന്ന് പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല, 400 രൂപയുണ്ടെന്ന് കയ്യിൽ. വർഷങ്ങൾക്ക് മുന്നേ നല്ല വാല്യൂ ഉണ്ട് 400 രൂപയ്ക്കൊക്കെ കേട്ടോ. ഞാൻ പറഞ്ഞു, 400 രൂപയുണ്ട്, ഞാനത് അയച്ചു തരാം. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോ. അവരെന്നോട് എന്താ പറഞ്ഞതെന്നറിയാം? കുടുംബടക്കം ചാവണമെന്ന് കരുതിയിരിക്കുക ഞങ്ങൾ. എന്നിട്ട് കരഞ്ഞു ആ സ്ത്രീ, കുടുംബടക്കം മരിച്ചു പോകണമെന്ന് കരുതിയിരിക്കുക, കാരണം അത്ര പട്ടിണി ബുദ്ധിമുട്ടൊക്കെയാ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു കാട്ട്, ഞാനൊരു മണി ഓർഡർ അയച്ചു തരാം, 400 രൂപ, അധികമൊന്നുമില്ല. അയ്യോ വേണ്ട സാറേ, ഞാൻ അതിനു വേണ്ടി പറഞ്ഞാൽ, സാരമില്ല, ഈ പൈസ കൊണ്ട് നിങ്ങൾ അരി കറി വാങ്ങണ്ട, ചുമ്മാ ചമ്മന്തി ആയാലും നിങ്ങൾ പട്ടിണി കിടക്കരുതെന്നും പറഞ്ഞിട്ട് ഞാൻ 400 രൂപ അവർക്ക് അയച്ചു കൊടുത്ത് അപ്പം തന്നെ പോയിട്ട്. വർഷങ്ങൾ കഴിഞ്ഞു പ്രിയ മക്കളെ, ആത്മഹത്യക്ക് ഒരുങ്ങിയ ആ കുടുംബം നിങ്ങൾക്ക് കേൾക്കണോ അത്ഭുതം? കഴിഞ്ഞ നാളുകളിൽ എൻ്റെ വീഡിയോ ചാനൽ കണ്ടിട്ട് അതിൽ ഫോൺ നമ്പർ ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സ്ത്രീ എന്നെ വിളിച്ചു, എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. ഒരു 400 രൂപ മണി ഓർഡർ അയച്ചു തന്നത് ഓർമ്മയുണ്ടോ? ആ ഓർക്കുന്നു. കുടുംബടക്കം മരിക്കുന്നൊക്കെ പറഞ്ഞല്ലേ? അതെ. എന്നിട്ട് അവർ പറയാണ്, ഇപ്പം ഞങ്ങൾക്ക് 4 നിലയുള്ള ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്, ലിഫ്റ്റുള്ള വീട്. ഞങ്ങളുടെ മക്കൾ ജർമ്മനിയിലും അതുപോലെ ഓസ്ട്രേലിയയിലും അവിടെ ഇവിടെയൊക്കെയാണ് ഞങ്ങളുടെ മക്കൾ. എല്ലാവരും നന്നായിട്ട് പഠിച്ചു. ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നരാണ് ഞങ്ങൾ. ഞങ്ങളുടെ മക്കളിലൂടെ ദൈവം അനുഗ്രഹിച്ചു. എൻ്റെ പ്രിയ ജനമേ, ഒന്ന് കേട്ടു നോക്കിക്കേ. അന്ന് ചത്തിരുന്നെങ്കിലോ, അന്ന് ആ നിരാശയും ബാധിച്ച് പിശാചിൻ്റെ കെണിയിൽപ്പെട്ട് ജീവിതങ്ങൾ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? പ്രത്യാശ നമ്മെ നിരാശരാക്കരുത്. പ്രത്യാശിക്കണം ജീവിതം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നാവും. മക്കളോട് ഞാൻ പറയാം, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ആവശ്യമില്ലാത്തൊക്കെ ഇന്ന് സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ. സ്റ്റോപ്പ് ചെയ്യില്ലേ? അയ്യോ, തലയാട്ടില്ല, അങ്ങോട്ട് വരുന്നില്ല. സ്റ്റോപ്പ് ചെയ്യോ? എന്ന് പറഞ്ഞോളൂ. ആരോ സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങളുടെ വിജയത്തിന് ഇത്തിരി ത്യാഗം നിങ്ങൾ അനുഭവിക്കണം. ഞാൻ പല സ്കൂളുകളും പറഞ്ഞ്, ഒരു കുഞ്ഞ് വളരെ മാർക്ക് ഏറ്റവും ലോ ആയിരുന്ന ഒരു കുട്ടി, ഒരിക്കൽ എവിടെയാണ്, ഹോളി ഫാമിലിയിലോ ഏതൊരു സ്കൂളിൽ അവൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഞാൻ സ്റ്റോപ്പ് ചെയ്യും സാറേ എന്ന് പറഞ്ഞു.
പിന്നീട് അവളെ വിളിച്ച് പറഞ്ഞു, എനിക്ക് ഫുൾ A+, എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. കുശ് പാനെ കെ ലിയേ കുശ് കോന പടുത്ത്. അതിൻ്റെ അർത്ഥം മിണ്ടില്ല. എന്തെങ്കിലുമൊക്കെ നേടേണ്ടതിന് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തണം. കുശ് പാനെ കെ ലിയേ പറഞ്ഞതിൻ്റെ മോള് മിണ്ടില്ല. കുശ് കോന പടയുക, നഷ്ടപ്പെടുത്തണം. എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ എന്തെങ്കിലും നഷ്ടമാകണം. നമ്മുടെ സുഖ സൗകര്യങ്ങളും ഇഷ്ടങ്ങളൊക്കെ അങ്ങോട്ട് നഷ്ടപ്പെടുത്തണം. കുട്ടികളെ ജീവിതത്തിൽ തളരരുത് കേട്ടോ. ഇത്തിരി മാർക്ക് കുറഞ്ഞാലും നിങ്ങൾ തളരരുത്. മാതാപിതാക്കൾ അവരെ ആരുടെ അടുത്തും കമ്പയർ ചെയ്യും വേണ്ട. നിങ്ങൾ അവരെ അങ്ങോട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുക, ബാക്കി അവർ നോക്കിയോളും. മോളെ എക്സാം ടൈമിൽ അപ്പനും അമ്മയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പപ്പയ്ക്ക് ജോലിക്ക് പോകണം, മമ്മി വീട്ടിൽ ജോലിയൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ ജോലിയുണ്ട്. അങ്ങനെയുള്ള മമ്മിമാരൊക്കെ ശ്രദ്ധിക്കുക. മോളെ നീ പഠിക്കണീന്നും പറഞ്ഞ് വാതിലടച്ചിട്ട് മമ്മി TV കാണാൻ ഇരിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾ എനിക്കറിയാം. മമ്മി ആ കുഞ്ഞിൻ്റെ ഒപ്പം ഇരുന്ന് സഹകരിച്ചു. അതുപോലെ കുട്ടികളോട് ഞാൻ മാതാപിതാക്കളോട് പ്രത്യേകം പറയുക, നിൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹം പ്രകടിപ്പിക്കണം കേട്ടോ. ഇന്ന് അനേകം കുട്ടികളുടെ മനസ്സിൻ്റെ വിഷമം മമ്മിക്ക് ഇഷ്ടമില്ല, പപ്പയ്ക്ക് ഇഷ്ടമില്ല. എന്നാൽ നിങ്ങൾ മാതാപിതാക്കൾ നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും നിങ്ങൾക്ക്, നിങ്ങൾ ജീവിക്കുന്നത് തന്നെ മക്കൾക്ക് വേണ്ടിയാണ്. ശരിയാണോ? ആണ്. മക്കൾക്കൊക്കെ ഇടയ്ക്ക് പിള്ളേരോടൊരു ചോദ്യം ചോദിക്കട്ടെ, മമ്മി ഇടയ്ക്ക് നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ വാരി കുഴച്ച് വായിൽ വെച്ച് തരും, അങ്ങനെയുള്ള പിള്ളേരൊന്ന് കൈവയ്ക്കുക. എന്തു ഉഷാറില പൊക്കണേ, കെട്ടിക്കാറായ പെൺകുട്ടികളാ കൈ താത്ത. ഇന്നലെ വരെ എൻ്റെ മോൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞില്ല, വീട്ടിലിരുന്ന് ജോലി ചെയ്യാം, വീട്ടൊക്കെ കഴിഞ്ഞതാ, 10-25 വയസ്സായിപ്പോൾ. ഇന്നലെ വരെ എൻ്റെ ഭാര്യ ഏത് നേരം വീട്ടിലുണ്ടാക്കുന്നൊരു പലഹാരമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, പുട്ടും പഴം നല്ല കോമ്പിനേഷനാണല്ലേ. അപ്പം എൻ്റെ മോൻ നന്നായിട്ട് ഫുഡ് അടിക്കും കേട്ടോ. അവനൊരു 2 കണ പുട്ടുണ്ടാക്കിയിട്ട് അങ്ങോട്ട് ചൂടോടെ കൊണ്ടുവയ്ക്കും, എനിക്കും തരും. അപ്പം ഞാനിരുന്ന് കുറച്ച് കഴിക്കുമ്പം അവളെന്താ ചെയ്യാന്നറിയോ, ഭാര്യ ഒരു പടല ചെറുപഴം അങ്ങോട്ട് കൊണ്ടുവന്ന് അത് തൊലി കളഞ്ഞ് ഒരു 5-8 പഴം അങ്ങോട്ട് ഈ പുട്ടിൻ്റെ നേരെ അങ്ങോട്ട് നിരത്തി വയ്ക്കും മേലെ. എന്നിട്ടൊരു കുഴയ്ക്കലുണ്ട്. ഈ പുട്ടും പഴം കുഴയ്ക്കുമ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളൂട്ടാ, ഈ വിരലുകളുടെ ഇടയിൽ കൂടെ പാമ്പുകൾ ഇങ്ങനെ വരും, കണ്ടിട്ടുണ്ടാ? പീ എന്നും പറഞ്ഞിട്ട്. ഞാൻ പറയും, സീന എനിക്കിപ്പോൾ വേണ്ടടി ബ്രേക്ക്ഫാസ്റ്റ്, കുറച്ച് കഴിഞ്ഞിട്ട് മതി, എനിക്ക് അരച്ചിട്ട് വയ്യ, ഇത് പീ എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഇടയിൽ കൂടെ. മോനാണെങ്കിലോ 25 വയസ്സുകാരൻ, മമ്മിയെ വേഗം കുഴയ്ക്ക്, എനിക്ക് അരച്ചിട്ട് വയ്യ. ഇതങ്ങോട്ട് കുഴച്ച് പേസ്റ്റ് പരുവായിട്ട് ഉരുളൊരട്ടിയിട്ട് അങ്ങോട്ട് വായിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എൻ്റെ മോൻ തിന്നണ തീറ്റ കാണണം. ഞാൻ പറയും, സ്നേഹം നിറയ്ക്കുക. അത് അമ്മയുടെ ലാളനി സ്നേഹ. അച്ഛാ, നിന്റെ കുഞ്ഞുങ്ങളെ തോളിൽ കൈയിട്ട് നടക്കണം നിന്റെ മോന്. അച്ഛാ, നിന്റെ സ്നേഹം നിന്റെ മക്കൾക്ക് പ്രകടിപ്പിക്കണം കേട്ടോ. അമ്മ ഏത് നേരം പഠിക്കുക അങ്ങോട്ട് ഓണാക്കിയിട്ടേക്കുക, പ്രകടിപ്പിക്കണം. ചില അച്ഛന്മാര് മിണ്ടില്ല പിള്ളേര് വലുതായ, പ്രത്യേകിച്ച് ആൺമക്കളോട്. ചിലർ കേട്ടോ, ഇവിടെ അങ്ങനെ ആരുമില്ല, മിണ്ടില്ലെന്ന്. എന്തിനാ ഇത്ര ഗൗരവം? അവരുടെ ക്ഷേമം അന്വേഷിക്കുക. എൻ്റെ മോളുടെ മുഖം വാടി അമ്മ ചോദിക്കണം, എന്താ പറ്റിയട കൂട്ടാ, എൻ്റെ പൊന്നെന്തിനാ വിഷമിക്കണേ? എല്ലാ കാര്യങ്ങളും പൊന്നുമക്കളെ പെൺമക്കളെ ശ്രദ്ധിച്ചോ, എല്ലാ കാര്യങ്ങളും മമ്മിയോട് വന്ന് പറയണം പെൺമക്കള്. അച്ഛനോട് എല്ലാ കാര്യം പറയാൻ പറ്റില്ല ഒരു മോൾക്ക്, പറ്റുമോ? പറ്റില്ല. എന്നാൽ അമ്മയോട് പറയാം. യെസ്, അമ്മയ്ക്കത് അംഗീകരിക്കാൻ പറ്റും. കുട്ടികളെല്ലാ കാര്യം പറഞ്ഞോളൂ കേട്ടോ. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങളുടെ ശരീരത്തെ ചീത്തയായിട്ടൊരു വ്യക്തി പോലും തൊടാൻ, ഒരു ബാഡ് ടച്ചിങ്ങിന് പോലും നിങ്ങൾ നിന്ന് കൊടുക്കരുത് പൊന്നുമക്കളെ. ഞാൻ ഇത് പറയാൻ കാരണം അങ്ങനെ ഉണ്ടെന്നല്ല, ഉണ്ടാകാം. പെൺമക്കളെ ശ്രദ്ധിക്കണം, നിങ്ങളെ സൂക്ഷിക്കണം. കാലം ദുഷിച്ചതാ.
നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയ. ദൈവത്തിന് വസിക്കാനുള്ളത് ഏത് മതമൊന്നും നോക്കണ്ട. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സൂക്ഷിച്ചോളൂ കേട്ടോ പൊന്നുമക്കളെ. ഒരു പാപത്തിലും പെടരുത്. മക്കൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾ ചതിയിൽ പെടാതിരിക്കാൻ ഞാൻ പറയാം. വളരെ സൂക്ഷിക്കണം. ഒരാവശ്യമില്ലാത്ത ഒന്നിലും പെടരുത്. ഒത്തിരി പിള്ളേർ, എനിക്കറിയാം, ഞാൻ 10ാം ക്ലാസ്സുകാർക്കൊക്കെ ക്ലാസ് എടുക്കുന്നതാ, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്ന ഒത്തിരി പേരുണ്ട് പ്രിയപ്പെട്ടവരെ. ഒത്തിരി പേര്. ഞാൻ പിള്ളേരുമായിട്ട് സംസാരിക്കുന്നതാണ്. എത്രയോ കുട്ടികളെ രക്ഷപ്പെടുത്തിയതാണ്. മക്കളെ, ആവശ്യമില്ലാത്തതിലൊന്നും പെടരുത്. സ്റ്റോപ്പ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കെല്ലാം സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്തോ. നിങ്ങളത് ഉയർത്തും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എപ്പോഴും ഒരു പദ്ധതികൾ വേണം നിങ്ങളുടെ ഉള്ളിൽ കേട്ടോ. ഇന്നതായി തീരണം. ആ പദ്ധതി വെച്ച് മുന്നോട്ട് പോയിക്കോ. പപ്പനെയും മമ്മീനെയൊക്കെ സ്നേഹിക്കുക. നിൻ്റെ അച്ഛനൊരു പാവമാണ് കേട്ടോ. അച്ഛനെ നല്ല ഇഷ്ടം തോന്നുന്നല്ലേ? അമ്മേനെയാണോ അച്ഛനെയാണോ കൂടുതൽ ഇഷ്ടം? ഉറക്കെ പറഞ്ഞ്. 2 പേരെന്ന് പറയുന്നത് അമ്മ അടുത്തിരിക്കണാരനാ. അതൊക്കെ എനിക്ക് പിടി കിട്ടിയില്ല. അമ്മേനെ അച്ഛനെ കൂടുതൽ ഇഷ്ടം മമ്മയാണ്. ഏത് നേരം ഈ പഠിക്ക് അതുപോലെ അടിക്കുന്നതൊക്കെ മമ്മയാണ് അല്ലേ? അല്ലേ? ആന്ന് അച്ഛൻ്റെ അടുത്തിരുന്നിട്ടാ പറയണ. ദൈവം, അവൾ അച്ഛനെ സോപ്പിട്ട് നടക്കുക. അവളുടെ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട് അല്ലേ? ഇല്ലേ? ഒന്നും മേടിച്ചില്ലേ? ഇല്ലെന്ന്. ദൈവമേ, ഇല്ലെന്ന്. പാവങ്ങൾ അച്ഛന്മാർ കേട്ടോ. ഞാൻ വേഗം അവസാനിപ്പിക്കാം. എപ്പോഴാണ് പോകണ്ടേ? എന്നോട് സമയമൊന്നും പറഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ നിൽക്കണമെങ്കിൽ 4 മണി വരെ നിൽക്കൂട്ടാ. ടീച്ചേഴ്സിൻ്റെ അവരൊരു പെട്ടെന്ന് നിർത്താം. സ്നേഹമുള്ള ദൈവമക്കളെ, പാവാണ് അച്ഛൻ. മക്കളെ, നിങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മയുണ്ടോ? നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചു കൈക്കുഞ്ഞായി നിൻ്റെ മമ്മിയുടെ ഗർഭപാത്രത്തിൽ കടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അമ്മ വളരെ വേദനിച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടി. അമ്മ വളരെ സങ്കടപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ വേദന ഫിസിക്കൽ പെയിനാന്നൊക്കെ പറയുന്നു. നിൻ്റെ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടു നിനക്ക് വേണ്ടി. നീ ഒന്ന് വെള്ളം തോരാൻ, നീ ഒന്ന് വളർന്നു വരാൻ ഒത്തിരി വേദനിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, പണ്ട് അമ്മമാർ മക്കളെ കുളിപ്പിച്ച് കഴിയുമ്പോൾ ശിരസിൽ വെള്ളം പോയിട്ടുണ്ടാകും. ആ വെള്ളം എടുക്കാൻ അമ്മമാർ ചെയ്യുന്നൊരു ഉപായമുണ്ട്. അറിയോ? എന്താ ചെയ്യുക? ആ മൂക്കിൽ വാ വെച്ച് വലിക്കും പൊന്നു മക്കളെ. ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ. എൻ്റെ ഭാര്യ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ വളർത്തിയുണ്ടാക്കിയതാണ്. അമ്മയും അച്ഛനുമായിരിക്കണം നിന്റെ ഭൂമിയിൽ കാണപ്പെട്ട ദൈവം. ആവശ്യമില്ലാത്ത ചില പിള്ളേർക്ക് വേണ്ടി, ആവശ്യമില്ലാത്ത ചില ബന്ധങ്ങൾക്ക് വേണ്ടി അച്ഛനമ്മേനെയും തള്ളിക്കളയുമ്പോൾ ഭൂമിയിൽ ഏറ്റവും വലിയ ശാപമല്ലേ അത്? മനസ്സിലാക്കണം കേട്ടോ. മുട്ടുകുത്തിക്ക് അവർക്ക് ഫേസ് ചെയ്ത് മുട്ടുകുത്ത. മക്കള് അമ്മയുടെ കാൽക്കലൊന്ന് കമിഴ്ന്ന് കിടന്ന് ഇരിക്കുന്നവർ നിങ്ങളുടെ കുടുംബത്തേക്ക് ഒന്ന് ഓർക്കുക. കമിഴ്ന്ന് കിടക്കുക. ആ കാലിലൊന്ന് മുഖം വെച്ച് ആ പാദത്തിൽ നെറ്റി തൊടുവിച്ച്, ആ പാദത്തിൽ നെറ്റി തൊടുവിക്കുക. നെറ്റി തൊടുവിച്ച് അങ്ങനെ വയ്ക്കുക. നെറ്റി തൊട്ട് ശിരസ് മുട്ടിച്ച് നിൽക്കുക. അമ്മയച്ഛനും അവരിപ്പോൾ പൊക്കൊന്നും വേണ്ട. കൈ എങ്ങനെ അനുഗ്രഹിക്കുന്ന പോലെ പിടിക്കുക. അവരിപ്പോൾ പൊക്കിയെടുക്കൊന്നും വേണ്ട. അവർ കിടക്കട്ടെ അവിടെ. ആ കാൽക്കല് കമഴ്ന്ന് കിടന്ന്, മമ്മിയ ഇത്രമാത്രം എനിക്ക് വേണ്ടി അധ്വാനിച്ചു, ചോര നീരാക്കി, എന്തെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ, ബാക്ക് ക്യാൻസർ പറഞ്ഞെങ്കിലും സോറി ഇട്ട മമ്മിയ, സോറി ഇട്ട പപ്പ, കരഞ്ഞ അവിടെ കിടന്ന് കണ്ണീരൊഴുക്കിക്ക പൊന്നു മക്കളെ. പാവല്ലേ അവർ? എന്തോരടി വേദനിക്കുന്ന, എന്തോരം കഷ്ടപ്പെട്ട്. മമ്മി സങ്കടപ്പെടണ്ട, ഞാനുണ്ട് കേട്ടോ മമ്മ, ഞാനുണ്ട് പപ്പ. ആ കാലുകള് കണ്ണീര് കൊണ്ട് ഈറനണിയട്ടെ പൊന്നു മക്കളെ. ഇനി ചെയ്യില്ല, ഞാൻ പഠിച്ചോളാം അമ്മ, ഞാൻ നല്ല കുട്ടിയാവാട്ടാ. മമ്മക്കറിയരുത്. അമ്മ ഒന്നെഴുന്നേൽപ്പിച്ച് നിൻ്റെ കുഞ്ഞിനെ, അച്ഛ ഒന്നെഴുന്നേൽപ്പിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചോ. ആ മാറിൽ മുഖം വെച്ച് കുറച്ച് നേരം നിൽക്കട്ടെ. ആ തോളിൽ മുഖം വെച്ച് കുറച്ച് സമയം നിൽക്കട്ടെ. എത്ര കാലം നിൻ്റെ അമ്മ നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് നിനക്കറിയോ കൂട്ടാ? എത്രയോ കുഞ്ഞുങ്ങൾ മമ്മി മരിച്ചു പോയവർ, പപ്പ മരിച്ചു പോയവർ നീ പരിചയപ്പെട്ടിട്ടുണ്ട്.
ആ മാറിലൊന്ന് മുഖം വെച്ച് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ദീർഘായുസ് കൊടുക്കണേ എന്നും പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് ആ നെഞ്ചിലെ മുഖം വെച്ച് കരഞ്ഞോ നീ? അമ്മിഞ്ഞ പാല് കുടിച്ച നിൻ്റെ അമ്മയുടെ മാറിൽ നീ മുഖം അമർത്തി പറയണം, അമ്മ എനിക്ക് ഇഷ്ടമാണ്. അമ്മയും പറയട്ടെ, മോളെ മമ്മിക്ക് ഒത്തിരി ഇഷ്ടമാടി നിന്നെ, അമ്മ നിനക്ക് വേണ്ടിയാടി ജീവിക്കുന്നത്. എൻ്റെ മോൾ ഒരിക്കലും സങ്കടപ്പെടരുത് കേട്ടോ. മമ്മി അന്ന് വഴക്ക് പറഞ്ഞത് ചുമ്മാ ആടി, എൻ്റെ മക്കളെ നന്നാവാനാ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ നിങ്ങൾ. കണ്ണടച്ച് നിന്ന് അച്ഛനും അമ്മയൊക്കെ മക്കളും കണ്ണടച്ച് നിൽക്കുക. കരഞ്ഞോ ആ മാറിൽ, എൻ്റെ അമ്മയ്ക്ക് ദീർഘായുസ് കൊടുക്കുക. സങ്കടം എല്ലാം ഒഴുകിപ്പോട്ടെ. കണ്ണുകളടച്ച് നിൽക്കുക എല്ലാവരും. മക്കൾക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? എല്ലാവരും കണ്ണടച്ച് നിൽക്കുക. നിങ്ങളുടെ മക്കൾക്ക് സ്നേഹം കൊടുക്കുക. അമ്മയ്ക്ക് ജീവനാടി നിന്നെ. അമ്മയ്ക്ക് എൻ്റെ മോളെ ഇഷ്ടമാടി, പപ്പയ്ക്ക് ഇഷ്ടം എൻ്റെ മോളെ. സ്നേഹം നിറയട്ടെ. അവരുടെ ശിരസിൽ നിങ്ങളുടെ വലതുകരം ഒന്ന് വെച്ച് അങ്ങടെ തന്നെ പിടിച്ച് വലതുകരം വെച്ച് കണ്ണടച്ച്. എന്തെങ്കിലും ശാപവാക്ക് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും നീ അനുഭവിക്കടി, നീ നേരെയാവില്ലെന്നൊക്കെ, അതൊക്കെ പിൻവലിക്കിപ്പോൾ. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് പറയും, എൻ്റെ മോള് നന്നായി വരും കേട്ടോ, എൻ്റെ മോൻ നന്നായി വരൂടാ. ദൈവം അനുഗ്രഹിക്കട്ടെ എൻ്റെ മക്കളെ. ഞാനും അനുഗ്രഹിക്കുക. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പോൾ. എൻ്റെ പൊന്ന് കരയരുത് കേട്ടോ. മമ്മിക്ക് ജീവനാ നിന്നെ. എന്തിനാ സങ്കടപ്പെടുന്നത്? എന്തിനാ നീ വിഷമിക്കണേ? അനുഗ്രഹിക്കട്ടെ. നന്നായി വരട്ടെ, നന്നായി വരട്ടെ. അവർക്കൊരു ഉമ്മ കൊടുത്ത് അവർക്ക് മക്കൾക്കൊരു ഉമ്മ കൊടുത്ത് കണ്ണിലേക്ക് നോക്കി ആ കണ്ണൊക്കെ ഒന്ന് തുടച്ചു കൊടുത്ത്. നിൻ്റെ അമ്മ കരയുന്നത് കണ്ടില്ലേ നീ? അച്ഛൻ കരയുന്നത് കണ്ടോ? ആ മുഖക്കൊന്ന് കണ്ണുനീരൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക. ഇരിക്കുക, സാരമില്ലാത്ത വിഷമിക്കുന്നത്. കുട്ടികളെ പുതിയ തീരുമാനം എടുക്കുക. അന്നത്തെ പാഠങ്ങൾ അന്നന്ന് പഠിച്ചോളാം. ദൈവമേ, ഞാൻ ഇനി നിരാശപ്പെടില്ല. എൻ്റെ പപ്പയുടെയും മമ്മിയുടെ അനുഗ്രഹം എൻ്റെ കൂടെയുണ്ട്. കൃപ നിറയട്ടെ ദൈവമേ. നല്ലവരാകട്ടെ. കുടുംബങ്ങളിലെ ബുദ്ധിമുട്ട് മാറട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ. ഇവരെ ടെൻഷനെല്ലാം നീ ഏറ്റെടുക്കുക ദൈവമേ. കരുണ ചൊരിയണമേ. ഈശോയെ, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പാവങ്ങളവർ, ഈ കുട്ടികൾ നല്ലവരാകട്ടെ ദൈവമേ. ഒത്തിരി ഉയരട്ടെ. ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുകയാണ് കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണു തുറന്നു. താങ്ക് യു. കണ്ണൊക്കെ തുടച്ച് സന്തോഷത്തോടെ ഇരിക്കാത്ത. ഇത് ഞാൻ യൂട്യൂബിലിട്ടോട്ടെ? ആന്ന് ദൈവമേ. നമസ്കാരം, എൻ്റെ പേര് മറിയം റസ്റ്റോണി. അപ്പോൾ നന്ദി പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ എല്ലാ ടീച്ചേഴ്സിന് നെടുന്തൂണായ നമ്മുടെ സ്വന്തം ഹെഡ് മിസ്റ്റർ സിസ്റ്റർ മരിയ ഗ്രേസിനോടാണ് ഞാൻ നന്ദി പറയുന്നത്. നമുക്ക് ഇത്രയും നല്ലൊരു അവസരം തന്ന സിസ്റ്റർക്ക് നന്ദി. അതുപോലെ തന്നെ സിസ്റ്റർ പ്രാർത്ഥനയിലൂടെ പഠിച്ചു വളരാനായിട്ട് നമ്മളോട് ഉത്ബോധിപ്പിച്ചു. അടുത്തതായി ഇവിടെ ക്ലാസ് എടുക്കാൻ വന്ന സണ്ണി കാട്ടുഗ്രാഹൻ സാറിന് നന്ദി പറയുന്നു. സാറ് പറഞ്ഞ പോലെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറാനും അവരെ ബഹുമാനിക്കാനും അവർ പറഞ്ഞത് കേട്ട് അനുസരിച്ച് ജീവിക്കുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് പരിശ്രമിക്കാം. ഈ നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി പഠിച്ച് ഞങ്ങളുടെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് ഇവിടെ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത ടീച്ചേഴ്സിനോടാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കളോടും എൻ്റെ പ്രിയ സഹപാഠികളോടും ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. നന്ദി, നമസ്കാരം. ദൈവാനുഗ്രഹിക്കട്ടെ. നന്ദി പറഞ്ഞ മോൾക്കും നന്ദി.